1950 ലോസ് അലാമോസ് ലബോറട്ടറിയിലെ ഒരു ലഞ്ച് ടൈമിൽ കുറച്ച് ശാസ്ത്രജ്ഞരിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് സയൻസ് ഫിക്ഷൻ കഥകളിലും മറ്റുമായി എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവാം എന്ന കോൺസെപ്റ്റ് പോപ്പുലർ ആവുന്നതിന്റെ ആരംഭ കാലഘട്ടമായിരുന്നു. ഇതായിരുന്നു ഈ ശാസ്ത്രജ്ഞരുടെ ചർച്ചാ വിഷയവും. പെട്ടെന്ന് കൂട്ടത്തിലെ എൻറിക്കോ ഫെർമി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടായ ഒരു ചോദ്യം അങ്ങ് ഉറക്കെ ചോദിച്ചു, വേർ ഇസ് എവ്രിബഡി? പുള്ളി ഉദ്ദേശിച്ചത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അവർക്ക് ചുറ്റിലും കറങ്ങാൻ ഗ്രഹങ്ങളും ഉള്ള ഇത്രയും വാസ്റ്റായ നമ്മുടെ പ്രപഞ്ചത്തിൽ മനുഷ്യരല്ലാതെ മറ്റ് ഇന്റലിജന്റ് ബീയിങ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ടും എന്തേ ഇതുവരെയും എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞ ഫെർമി പാരഡോക്സ്. എൻറിക്കോ ഫെർമിയുടെ പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഒഫീഷ്യലി ഒരു പേപ്പറിൽ അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. 1970-കളിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോപ്പുലറായി നമ്മൾ റിസർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് ആക്റ്റീവ്ലി ആരംഭിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഏലിയൻസിനെ കാണുന്നില്ല എന്ന ചോദ്യം പോപ്പുലർ ആയത്. പെർട്ടിക്കുലർലി 1975 മൈക്കൽ ഹാർട്ട് എന്ന വ്യക്തിയാണ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി ആബ്സൻസ് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഓൺ എർത്ത് എന്ന പേപ്പറിൽ ഈ പാരഡോക്സിനെ കുറിച്ച് വിവരണങ്ങൾ നൽകിയത്. പിന്നീട് അങ്ങോട്ടേക്ക് ഫ്രാങ്ക് ഡ്രേക്കും കാൾ സേഗനും ചേർന്നിട്ട് ഈ പാരഡോക്സിനെ പോപ്പുലറാക്കി. പാരഡോക്സ് മുന്നോട്ട് വെക്കുന്ന മെയിൻ ആർഗ്യുമെന്റുകൾ ഇവയൊക്കെയാണ്. 13.8 ബില്യൺ വർഷം പഴക്കമുള്ള നമ്മുടെ പ്രപഞ്ചം വളരെ വാസ്റ്റാണ്. അതിൽ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഏതാണ്ട് 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട് മിൽക്കി വേയിൽ മാത്രം. അവയിൽ 20% സൂര്യനെ പോലുള്ള സൺ ലൈക്ക് സ്റ്റാർസ് ആണ്. അവയ്ക്ക് ചുറ്റിലും മൊത്തത്തിൽ ധാരാളം ഗ്രഹങ്ങൾ കറങ്ങുന്നുമുണ്ട്. അവയിൽ 10 ബില്യൺ ഭൂമിക്ക് സമാനമായ എർത്ത് ലൈക്ക് പ്ലാനറ്റുകളാണെന്ന് കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിക്ക് ആകെ 4.5 ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കണക്കുകൾ പ്രകാരം ഭൂമിയേക്കാളും പഴക്കം ചെന്ന ഓർ ഭൂമിക്ക് മുൻപേ രൂപപ്പെട്ട ഒട്ടനവധി ഗ്രഹങ്ങൾ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഉണ്ടാവാം. നമുക്ക് മുൻപേ ഉണ്ടായി എന്ന് വെച്ച് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവണം എന്ന നിർബന്ധമില്ല. ഇത്രയും വലിയ നമ്പറുകൾ ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയ സിവിലൈസേഷൻ ഉണ്ടാവാമെന്ന് കരുതുന്നതിൽ തെറ്റില്ല. പിന്നെ ഭൂമിയും ഭൂമിയിലെ ഇൻ്റലിജൻ്റ് എന്ന് കരുതുന്ന മനുഷ്യജീവനും യുണീക്കായ ഒരു ബീയിങ് ആവാൻ സാധ്യതയില്ല. നമ്മളെക്കാളും വലുതും ചെറുതുമായ ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇവിടെയാണ് ജീവൻ ഉണ്ടായതെങ്കിൽ സമാനമായ സാഹചര്യങ്ങൾ മറ്റെവിടെയെങ്കിലും ജീവൻ ഇതുപോലെ ഉണ്ടാകാം എന്ന് കരുതുന്നതും ന്യായമാണ്. മാത്രമല്ല, ഭൂമി രൂപപ്പെട്ട് തണുത്തുറഞ്ഞപ്പോഴേക്കും വളരെ പെട്ടെന്ന് ഏതാണ്ട് 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ ജീവൻ രൂപപ്പെട്ടു. അതേ റേറ്റിൽ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നതിൽ തെറ്റില്ല. വാൽ നക്ഷത്രം, ആസ്ട്രോയിഡ്, ഇൻറ്റർസ്റ്റെല്ലാർ ക്ലൗഡ് ഇവയിലൊക്കെ ഓർഗാനിക് മോളിക്യൂളുകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് ലൈഫ് ഉണ്ടാവാൻ ആവശ്യമായതൊക്കെ കോസ്മോസിൽ കോമൺ ആണ്. ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിലെ ഇൻ്റലിജൻ്റ് ലൈഫ് ആവണമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്യുന്നതോ ഡിജിറ്റൽ കോൺഷ്യസ്നെസ്സോ ഒക്കെ പോലെ നമ്മളിപ്പോൾ തിയറിറ്റിക്കലി ഓർ ഫിക്ഷനിൽ മാത്രം കാണുന്ന രീതിയിലെ ടെക്നോളജികൾ ഉപയോഗിച്ച് ജീവിക്കുന്ന സിവിലൈസേഷൻ ആകാൻ സാധ്യതയുണ്ട്. സോ ഇൻ്റലിജൻ്റ് ലൈഫ് പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സാധ്യതകൾ വെച്ച് നോക്കിയാൽ ഇതിനോടകം ഒരു ഏലിയൻ ലൈഫിൻ്റെ എവിഡൻസ് എങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. പക്ഷേ കിട്ടിയിട്ടില്ല. ഈ ഒരു കോൺട്രഡിക്ഷനാണ് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നത്. പാരഡോക്സ് തീർന്നു, പക്ഷേ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഏലിയൻസിനെ ഇതുവരയ്ക്കും കണ്ടില്ല എന്നുള്ളതിന് ഒരുപാട് ഹൈപ്പോത്തസിസുകൾ ഈ ടോപ്പിക്കിൻ്റെ കൂടെയുണ്ട്. നമ്പർ 1, റെയർ എർത്ത് ഹൈപ്പോത്തസിസ്. പേര് പോലെ എർത്ത് വളരെ റെയർ ആൻഡ് യുണീക്കാണ് എന്ന കോൺസെപ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നിരിക്കെ റെയർ എർത്ത് ഹൈപ്പോത്തസിസിൽ പറയുന്നത് പ്രപഞ്ചത്തിൽ മേ ബി മൈക്രോബിയൽ ലൈഫൊക്കെ വളരെ കോമൺ ആവാം. പക്ഷെ നമ്മളെപ്പോലെ കോംപ്ലെക്സ് ആയ ലൈഫ് പ്രോസസ്സുകൾ നടക്കുന്ന ഇൻ്റലിജൻ്റ് ആയ ലൈഫ് ഫോം ഉണ്ടാവുന്ന പ്രോസസ്സ് വളരെ റെയർ ആയിരിക്കും അത്രേ. ലൈക്ക് ലുക്ക് അറ്റ് അസ്. ഏതാണ്ട് 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ ഒന്ന് മറ്റൊന്നുമായി ചേർന്ന് ന്യൂക്ലിയസ് ഉള്ള യൂകാരിയോട്ടിക് സെല്ലുകളായി മാറി. വിച്ച് ലെഡ് ടു മോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേഷൻ. അതിനുശേഷം സർവൈവലിന് വേണ്ടി പല ഫങ്ഷൻസ് ചെയ്യാൻ പല ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് സെല്ലുകളായി. ചിലത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചിലത് ഡിഫെൻഡ് ചെയ്യുന്നു, ചിലത് വേസ്റ്റ് കളയുന്നു, അങ്ങനെ വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അങ്ങനെ ഒരു 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്
ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ഒരു വലിയ ഡൈവേഴ്സിറ്റി ഉണ്ടായി. ദെൻ സർവൈവലിനനുസരിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയ തലച്ചോറും നെർവസ് സിസ്റ്റവും ജീവജാലങ്ങളിൽ ഇവോൾവ് ആയിക്കൊണ്ടേയിരുന്നു. ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്, അങ്ങനെ പലതും. അവയിൽ തന്നെ ഈ പ്രസവിക്കുന്ന മാമൽസിന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പാരന്റൽ കെയർ, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ലേണിംഗ് ബിഹേവിയേഴ്സ് ഇവയുണ്ടായി. എന്നുവെച്ചാൽ അമ്മയെ ഓർ അച്ഛനെ കണ്ട് കുട്ടി വളരില്ലേ, അത്. വിച്ച് ഇവൻച്വലി ലെഡ് ടു അസ് ഹ്യൂമൻസ്. ഈ ഒരു പ്രോസസ്സ് സിസ്റ്റമാറ്റിക്കലി പ്രപഞ്ചത്തിലെ എല്ലാ ഹാബിറ്റബിൾ പ്ലാനറ്റിലും ഇതേപോലെ നടക്കണം എന്നില്ല. മേ ബി ഈ പ്രോസസ്സ് വളരെ റെയർ ആവുമെന്നാണ് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത്. നമ്മുടെ ടെക്ടോണിക്സ്, ക്ലൈമറ്റ്, ഗ്രാവിറ്റി, ഡൈവേഴ്സിറ്റി, വെള്ളം, ഇതൊക്കെ ആവാം നമ്മളെ ഇതിന് സാധ്യമാക്കിയത്. ഇതിൽ ഒരു കണ്ടീഷൻ തെറ്റിയാലും മേ ബി ഒരു യൂക്യാരിയോട്ടിക് ലൈഫോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമോ സ്പെഷ്യലൈസ്ഡ് സെല്ലോ ഉണ്ടായി എന്ന് വരില്ല. സോ വി ആർ യുണീക്ക് ആൻഡ് വേറെ ഏലിയൻ സിവിലൈസേഷൻ ഉണ്ടാവില്ല. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവയെ കാണുന്നില്ല. ഇതാണ് റെയർ എർത്ത് ഹൈപ്പോത്തസിസ്. സെക്കൻഡ് വൺ, പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടാവാം, പക്ഷേ അവർ വളരെ അകലെയാണ്. നമ്മുടെ പ്രപഞ്ചം സങ്കല്പിക്കാനാവാത്തത്ര വിശാലമാണ്. പ്രപഞ്ചത്തിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശം പോലും വർഷങ്ങളെടുത്താണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എത്ര ശ്രമിച്ചാലും ഡിസ്റ്റൻസ് മേക്ക് ദ കോണ്ടാക്ട് ഹാർഡ്. അപ്പോൾ ചിന്തിക്കാം, ഓക്കെ, ഫിസിക്കലി വരണ്ട, സിഗ്നലുകൾ അയച്ച് അവരുടെ എക്സിസ്റ്റൻസ് അറിയിക്കാമല്ലോ, അല്ലെങ്കിൽ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ശ്രമിക്കാമല്ലോ. അതാണ് മൂന്നാമത്തെ ഹൈപ്പോത്തസിസ്. നമ്മൾ ശരിയായ രീതിയിലല്ല എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ അന്വേഷിക്കാൻ അറിയില്ല. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ ഭൂരിഭാഗവും റേഡിയോ വേവ്സിനെ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ അഡ്വാൻസ്ഡായ സിവിലൈസേഷൻസ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റോ ഗ്രാവിറ്റേഷണൽ വേവ്സോ പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിലോ നമ്മുടെ അതേ രീതിയിലുള്ള കേപ്പബിലിറ്റീസും ഫിസിക്കൽ അപ്പിയറൻസും ഫിസിക്കൽ എബിലിറ്റീസും ആയിരിക്കണം അവർക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. മേ ബി അവർ അയക്കുന്നുണ്ടാവാം, ബട്ട് വി ആർ നോട്ട് ഇൻ്റലിജൻറ്റ് ഇനഫ് ഓർ എക്യുപ്ഡ് ഇനഫ് ടു ഐഡൻറ്റിഫൈ ദം ഓർ ദെയർ സിഗ്നൽസ്. അതുകൊണ്ടാവാം നമ്മൾ എവിഡൻസ് കാണാത്തത്. 4. ദ ഫേമസ് ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. നമ്മുടെ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങളും സർവൈവലിന് വേണ്ടി ഓരോ രീതിയിൽ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ സിമ്പിളായ ബയോമോളിക്യൂൾസിലെ ലൈഫ് പ്രോസസ്സിൽ നിന്ന് ഇത്രയും ഡൈവേഴ്സായ ഒരു രീതിയിൽ സർവൈവലിൻ്റെ ഭാഗമായി ഓരോ സ്പീഷീസിനും ഓവർകം ചെയ്യേണ്ടതായ ഓരോ ചലഞ്ചസും ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 ബില്യൺ പോപ്പുലേഷനുള്ള ഹോമോസേപ്പിയൻസ് ആയ നമുക്ക് സർവൈവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചലഞ്ചസ്? സർഫസ് ലെവലിൽ നോക്കിയാൽ ഫോർ അസ് ഇപ്പോൾ എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. ആഹാരം, വെള്ളം തുടങ്ങി പറഞ്ഞു പോയാൽ എല്ലാം വേണമെങ്കിൽ വി നീഡ് ടു ഫൈറ്റ്. അതും ഫിസിക്കൽ ഫൈറ്റിനേക്കാളും മെൻ്റൽ ഫൈറ്റ്. പൈസ കൊടുത്ത് ജീവിക്കുന്ന ഒരേ ഒരു ലിവിങ് ബീയിങ് ആണ് നമ്മൾ. ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ആസ് എ സ്പീഷീസ് നമുക്ക് സർവൈവലിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സൂര്യൻ നശിക്കുന്നതിന് മുമ്പ്, ഒരു ആസ്ട്രോയിഡ് വന്നിരിക്കുന്നതിന് മുമ്പ്, ടെക്ടോണിക്സ് മാറുന്നതിന് മുമ്പ് വി നീഡ് ടു ഫൈൻഡ് എ ന്യൂ ഹോം. അതിനുള്ള ഇൻ്റലിജൻസ് ലെവൽ നമുക്കായിട്ടുണ്ട്. നമുക്കതായിട്ടുണ്ടെങ്കിൽ വേറെയും ഇൻ്റലിജൻറ്റ് ബീയിങ്സിന് അതായിട്ടുണ്ടാവാമല്ലോ. എന്നിട്ടും സ്വന്തം പ്ലാനറ്റ് വിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു സിവിലൈസേഷനെയോ അവരുടെ സിഗ്നലോ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അവർ നമ്മളെയും കാണാൻ വന്നിട്ടില്ല. സോ ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു സിവിലൈസേഷൻ എത്ര ഇൻ്റലിജൻ്റായി വന്നാലും അവയെ ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനോ പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതിനോ ഉള്ള ലെവലിൽ എത്തിക്കില്ല. അതിനു മുമ്പേ ഇവ എക്സ്റ്റെൻഡായി പോവുകയോ ടെക്നോളജി സ്റ്റാഗ്നൻ്റ് ആവുകയോ റിസോഴ്സുകൾ ഇല്ലാണ്ടാവുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം. ലൈക്ക് എ ഫിൽട്ടർ. നമ്മളെ തന്നെ ഉദാഹരണമായി എടുത്തു നോക്കിയാൽ ഒരു സർട്ടൺ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എത്തിയ നമുക്ക് ഇപ്പം അറിയാം ഹ്യൂമാനിറ്റി എങ്ങനെയൊക്കെ ഇല്ലാണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. ഒന്നുകിൽ തമ്മിത്തല്ലി ഒരു ന്യൂക്ലിയർ വാർ, അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഡെത്ത്, അല്ലെങ്കിൽ ടെക്ടോണിക്സ്. മേ ബി ഈ ഫാക്ടേഴ്സ് ഒരു സിവിലൈസേഷനെയും ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനോ വേറെ പ്ലാനറ്റുകളെ കോളനൈസ് ചെയ്യാനോ ഒന്നും സാധ്യമാക്കില്ലായിരിക്കും. ദാറ്റ്സ് വൈ ഇതുവരെയും നമ്മൾ ആരെയും കണ്ടെത്തിയിട്ടില്ല. ഇതാണ് ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിൻ്റെ കൂടെ വരുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനൊരു ഫിൽട്ടർ ഉണ്ടെങ്കിൽ, അതാണ് ഏലിയൻസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തതെങ്കിൽ, ഭൂമിയിലെ മനുഷ്യർ ഈ ഫിൽട്ടറിൽ എവിടെയാവും? ഈ ഫിൽട്ടർ പാസ് ചെയ്തിട്ടുണ്ടാവുമോ, അതോ ഫിൽട്ടറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണോ? ഏത് തന്നെ ആയാലും ബോത്ത് ആർ ടെറിഫൈങ്. നമ്മൾ ഫിൽട്ടർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളാണ് ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനും കോളനി സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ആദ്യത്തെ സിവിലൈസേഷൻ. വി ആർ ഓൺ അവർ ഓൺ. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക്. ഇനി
ഫിൽട്ടർ നമ്മുടെ മുന്നിലാണെങ്കിൽ വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ എൻഡ്. ഇൻഡർസ്റ്റെല്ലാർ ട്രാവലിന് ശ്രമിച്ചിട്ട് അതിന് ഫെയിലായ എല്ലാ സിവിലൈസേഷനെയും പോലെ ആകാൻ നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പേടിക്കേണ്ട, ദിസ് ഇസ് ജസ്റ്റ് എ ഹൈപ്പോത്തിസിസ്. ലാസ്റ്റ് വൺ. ഇതുവരെയും എല്ലാ ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഹൈപ്പോത്തിസിസുകൾ പറഞ്ഞു. എന്തേ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻറ്റ് ലൈഫ് പ്രപഞ്ചത്തിലില്ലാതെ വൈ ഇറ്റ് ഇസ് സോ സൈലൻ്റ് എന്ന്. പക്ഷേ വാട്ട് ഇഫ് ഈ സൈലൻസ് മനഃപൂർവ്വമാണെങ്കിലോ? മീൻസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഫെർമി പാരഡോക്സിലെ ആർഗ്യുമെൻറ്റുകൾ പറഞ്ഞതുപോലെ ഉണ്ടാവാം, പക്ഷേ ഇൻ്റലിജൻ്റ് ആയ ഇവർ അവരുടെ എക്സിസ്റ്റൻസ് അറിയിക്കാതെ മിണ്ടാതിരിക്കുന്നതാണെങ്കിലോ? That brings us to one of the most chilling theories in all of science fiction, the dark forest hypothesis. Imagine this. ഒരു വലിയ കൊടുങ്കാട്. ഈ കാട്ടിൽ 3 സ്ഥലത്തായിട്ട് 3 ചെറിയ സിവിലൈസേഷൻസ് ഉണ്ട്. ഈ 3 പേരും ഈ കാട്ടിലെ ഫൈനൈറ്റ് ആയ റിസോഴ്സസിനെ ആശ്രയിച്ചിട്ടാണ് അവരുടേതായ രീതിയിൽ ജീവിക്കുന്നത്. 3 പേർക്കും സീക്രട്ട്ലി അറിയാം വേറെ 2 സിവിലൈസേഷൻസ് കാട്ടിലുണ്ടെന്ന്. പക്ഷേ ഇവർ പരസ്പരം കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് തമ്മിൽ ഇൻറ്റൻഷൻസ് എന്താണെന്ന് അറിയില്ല. നമ്മളുണ്ടെന്നറിഞ്ഞാൽ നമ്മളെ കൊല്ലുവോ, റിസോഴ്സസ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുകയോ, അങ്ങനെ എന്താണെന്നൊരു ധാരണയില്ല. സോ ഈ 3 കൂട്ടരും സൈലൻ്റായിട്ട് ഡാർക്ക് ഫോറസ്റ്റിൽ കഴിഞ്ഞു. ഇതാണ് ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോത്തിസിസിൻ്റെ കോൺസെപ്റ്റ്. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഇൻ്റലിജൻസ് പ്രപഞ്ചത്തിലുണ്ടാവാം, പക്ഷേ അവർ ബാക്കിയുള്ളവരുടെ ഇൻറ്റൻഷൻസ് അറിയാത്തത് കൊണ്ട് പണി വാങ്ങണ്ടെന്ന് കരുതി മിണ്ടാതെ ഇരിക്കുന്നു. സോ നമ്മൾ അവരെ കാണുന്നില്ല. And that is it about Fermi paradox.